ഹലോ എവരി വൺ, വെൽക്കം ടു മാത്ത് ക്രാഫ്റ്റ്. നിങ്ങൾ +1 സ്റ്റുഡൻറ്റോ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ സബ്സെറ്റ്, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ സബ്സെറ്റ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ്, പവർ സെറ്റ് വിത്ത് എക്സാമ്പിൾ. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സെറ്റ് എന്ന ആദ്യത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ അത്. സബ്സെറ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ സെറ്റ് എ ബിലോങ്സ് ടു ദ സെറ്റ് ബി. ബിയിൽ എല്ലാ എലമെൻറ്റും എയിലുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എ ഈസ് കാൾഡ് സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എനെ ബീൻ്റെ സബ്സെറ്റാണെന്ന് പറയും. അതിൻ്റെ സിമ്പലാണ് എന്ത്, നമ്മൾ കാണിക്കാൻ പോകുന്നത് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെയാണ് എന്താ പറയുക, ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സബ്സെറ്റ് ഓഫ് ഓർ ഈക്വൽ ടു. ഈക്വലും കൂടി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്നത് സെറ്റ് 1, 2 ആണെന്ന് എടുക്കുക. ബി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എലമെൻസും ബിയിലില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എ എന്ന് പറയുന്നത് എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് എ ഈസ് ഇൻ സെറ്റ് ബി. സോ നമുക്ക് എന്ത് പറയാം, എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇവിടെ എന്തല്ല, ഈക്വൽ അല്ല, ഒരു എലമെൻറ്റ്സ് അല്ലല്ലോ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആക്കപ്പെട്ട കാര്യമാണ്, എവരി സെറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതിൻ്റെ സ്വന്തമായിട്ട് തന്നെ സബ്സെറ്റ് ആയിരിക്കും. അതായത് എ സബ്സെറ്റ് ഓഫ് ഓർ ഈക്വൽ ടു എ ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആക്കപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അടുത്താണ് സബ്സെറ്റ്. രണ്ട് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തതാണ് പ്രോപ്പർ സബ്സെറ്റ്. സോ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി. അതായത് എ ഈക്വൽ ടു ബി ആവരുത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളത് എങ്ങനെയാണ് കേട്ടോ. എക്സാമ്പിളായിട്ട് എ എന്ന് പറഞ്ഞാൽ 1, 2 ആണ് എടുക്കുക, ബി എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന സെറ്റ് എടുക്കുക. സോ നമുക്ക് എന്ത് പറയാം, എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ടല്ലോ, പക്ഷേ ഈക്വൽ അല്ലല്ലോ. സോ നമുക്കിതിനെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം. അടുത്തതാണ് ഇംപ്രോപ്പർ സബ്സെറ്റ്. ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഇറ്റ് സെൽഫ് എ കാൾഡ് ഇംപ്രോപ്പർ സബ്സെറ്റ്. ഒരു സെറ്റിന് അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ സബ്സെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ സബ്സെറ്റ് ഓഫ് എ ആണ്, ഈക്വൽ ഉള്ളതിനെയാണ് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾ സബ്സെറ്റ് ഓർ ഈക്വലും സബ്സെറ്റും മാറാൻ പാടില്ല ചിഹ്നങ്ങൾ. അടുത്തതാണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ്. സബ്സെറ്റ്സിൻ്റെ നമ്പർ എങ്ങനെ കണ്ടെത്തുക എന്നുള്ള ഫോർമുലാസാണ് പറയുന്നത്. ഇഫ് എ സെറ്റ് ഹാസ് n എലമെൻറ്റ്സ്, ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ദെൻ ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, അങ്ങനെയാണെങ്കിൽ സബ്സെറ്റ്സുകളുടെ നമ്പർ എത്ര സബ്സെറ്റ്സ് ആണ് ഉണ്ടാവുക, അതിന് 2n സബ്സെറ്റ്സ് ആണ് ഉണ്ടാവുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫോർമുല. നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാൻ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് നോക്കിയാൽ മതി. സെറ്റ് എ എന്ന് പറയുന്നത് ABC എന്ന് എടുക്കുകയാണ് എക്സാമ്പിളായിട്ട്. ഹിയർ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, 1, 2, 3 ആണ്. സോ നമുക്ക് പറയാം നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്, സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, 2^3 അഥവാ 8 ആണ്. ദെൻ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ നമ്പർ എങ്ങനെ കാണുക, 2n-1. എക്സാമ്പിളായിട്ട് നമുക്കിങ്ങനെ പറയാം, എ ഈസ് ഈക്വൽ ടു സെറ്റ് ABC എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറഞ്ഞത് ഇവിടെ 3 ആണ്. സോ നമുക്കെന്താ പറയാം, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 2^3 - 1. സോ 8 - 1 എന്ന് കിട്ടും. ഇത് 7 ആണെന്ന് കിട്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുകയാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതിന് ആൻസർ എഴുതണം, കമൻറ്റിൽ ഇടണം കേട്ടോ. ഇഫ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ABC ആണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ്
സബ്സെറ്റ്സ് ഓഫ് എൻ്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ് നമ്പർ കണ്ടെത്താനാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ്. ഏതാണ് സെറ്റ്? സെറ്റ് 1, 2, 3, 4. ഇതിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്സുകളുടെ എണ്ണം. ഇത് രണ്ടും നിങ്ങൾ എഴുതണം കേട്ടോ, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പവർ സെറ്റാണ് പറയാനുള്ളത്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ആൾ സബ്സെറ്റ് ഓഫ് ദ ഗിവൺ സെറ്റ് ഈസ് കാൾഡ് പവർ സെറ്റ്. സബ്സെറ്റുകൾ ഏത് സെറ്റ് എന്നാണോ എടുക്കുന്നത് അതാണ് പവർ സെറ്റ്. അടുത്താണ് പവർ സെറ്റിൻ്റെ സിമ്പൽ. പവർ സെറ്റിൻ്റെ സിമ്പൽ P of A എന്നാണ് പവർ സെറ്റിൻ്റെ സിമ്പൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റ് 1, 2 എന്നാണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് സബ്സെറ്റുകൾ ഉണ്ടാകുക? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2, പിന്നെ ഒരാൾ എന്തായാലും ഉണ്ടാവും, മറക്കരുത്, 5. സോ ഇതൊക്കെയാണ് സബ്സെറ്റ്. അങ്ങനെയാണെങ്കിൽ P of Aയിലെ സെറ്റുകൾ ഏതൊക്കെയായിരിക്കും? 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. ഇതൊക്കെയാണ് P of Aയിലെ എലമെൻറ്റ്സ്. 5 ഒരിക്കലും മറക്കരുത് കേട്ടോ, പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് P of A is equal to 2n ആണ്. കാരണം സബ്സെറ്റുകളാണല്ലോ, സബ്സെറ്റുകളുടെ എണ്ണമാണ്. ഇനി കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ് പറയുന്നത്. സെറ്റ് 5, 1, 2 എന്നിങ്ങനെ എഴുതാൻ പാടില്ല ഒരിക്കലും. എഴുതേണ്ടത് സെറ്റ് 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. 5 ഒരിക്കലും നിങ്ങൾ മറക്കാനും പാടില്ല. അതാണ് 1 belongs to P of A. അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. നമ്മൾ എഴുതേണ്ടത് സെറ്റ് 1 belongs to P of A. പവർ സെറ്റിൽ സെറ്റായിട്ട് തന്നെ എഴുതണം. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആക്കപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ചിഹ്നങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ, ചിഹ്നം എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സബ്സെറ്റ് ആണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്ന ചിഹ്നമാണ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു ആണ് ഇംപ്രോപ്പർ സബ്സെറ്റിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. മറക്കാൻ പാടില്ല. അടുത്തത് നമ്പർ ഓഫ് സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുലയാണ്. ഇഫ് സെറ്റ് ഹാസ് n എലമെൻറ്റ്സ്, സെറ്റിൽ n എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഉള്ള ഫോർമുലയാണ് 2n. ഇനി ഇതൊരു ഇക്വേഷനാണ്, ഈ ഫോർമുല ഒരിക്കലും മറക്കരുത്. അടുത്തതാണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. നമ്മൾ നേരത്തെ സബ്സെറ്റാണ് 2n. അടുത്തത് പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 2n-1. ഇതും ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനും ഒരിക്കലും മറക്കാൻ പാടില്ല, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് P of A എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ സെറ്റാണ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? n of P of A. അതായത് n of P of A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2n ആണ്. കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ഇഫ് A is equal to A, B, ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് A. എയുടെ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടെത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.